ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 11 മണിവരെ 23.66% പോളിംഗ് രേഖപ്പെടുത്തി. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അനിൽ അംബാനി, മായാവതി, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആർക്കെ, പോളിംഗ് ആരംഭിച്ച് 5.5 മണിക്കൂർ ആവുന്ന സമയം ഇപ്പോൾ ഭേദപ്പെട്ട രീതിയിലാണ് പോളിംഗ് നടക്കുന്നത് എന്ന വാർത്തകൾ വരുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഈ 49 മണ്ഡലങ്ങളിലും ഇത് തന്നെയാണോ സ്ഥിതി? വിവരങ്ങൾ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രജിൻ, ഈ ചൂട് ഏതാണ്ട് 47 ഡിഗ്രിയൊക്കെ പല ഇടങ്ങളിലും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശിൻ്റെ പല മേഖലകളിൽ ഒക്കെ ഇന്നത്തെ ചൂട് 47 ഡിഗ്രിയാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വോട്ടെടുപ്പിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാധിച്ചിട്ടുണ്ട്. രാവിലെ മികച്ച വോട്ടർമാരുടെ നിര ഈ ബൂത്തുകൾക്ക് മുന്നിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ 10%-ത്തിലധികം വോട്ട് രേഖപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ 23.66% പോളിംഗ് ആണ് ആദ്യ 4 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിൽ 21.11% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 21.37% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ 26.18%, ലഡാക്കിൽ 27.87% വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് സാവധാനത്തിലാണെന്ന് പറയേണ്ടി വരും. 15.93% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒഡീഷയിൽ 21.07%, ഉത്തർപ്രദേശിൽ 27.76%, പശ്ചിമ ബംഗാളിൽ 32.70%-മാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന അമേഠിയും റായ്ബറേലിയിലും വളരെ സജീവമായിട്ടുള്ള വോട്ടിംഗ് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ 4 മണിക്കൂറിൽ അമേഠിയിൽ 27.20% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. റായ്ബറേലിയിൽ 28.10% ആളുകളാണ് ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയത്. പൊതുവിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു വലിയ സംഘർഷം, പശ്ചിമബംഗാളിന്റെ പല മേഖലകളിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ അത്ര വലിയൊരു സംഘർഷം എന്നൊന്നും പറയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾക്ക് ഒപ്പം ഏതാണ്ട് 45ഓളം മണ്ഡലങ്ങളിൽ ഒഡീഷയിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.